നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ഇന്ന് നടത്തിയ 10th പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. മാറ്റിവെച്ച സ്റ്റേജ് ആണ്. ഒരുപാട് പേർക്ക് പരീക്ഷ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു അത് താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഈസി ആയിരുന്നോ, മോഡറേറ്റ് ലെവൽ ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ? കുറച്ച് പേർക്ക് മാത്സ് ഒക്കെ ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് ആൻസർ കീ ഒക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ ആകാനുള്ള കുറഞ്ഞ പ്രായ പരിധി എത്രയാണ്? 25 വയസ്സ്. നിലവിൽ GST കൗൺസിലിന്റെ അധ്യക്ഷൻ ആരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രി. ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ ആരാണ്? G ശങ്കരക്കുറുപ്പ്. ക്രിക്കറ്റിൽ 100 അന്താരാഷ്ട്ര സെഞ്ചുറികൾ തികച്ച താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൾ കലാം. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഏത് ഭാഗത്താണ് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്? ദക്ഷിണ ധ്രുവത്തിലാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ പ്രിലിംസ് പരീക്ഷ 4 ഘട്ടവും കഴിഞ്ഞിരിക്കുന്നു. മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇതുവരെയ്ക്കായിട്ടും ആരംഭിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആരംഭിച്ചോളൂ. നമ്മുടെ കമ്പനി LGS മെയിൻസ് ബാച്ച് അവൈലബിൾ ആണ്. 1299 ആണ് ഫീസ് വരുന്നത്. ഈ വർഷം അവസാനം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഫുൾ സിലബസ് കവറേജ്, അതുപോലെ SCERT, NCERT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ഫാക്ട്സ്, കറണ്ട് അഫയേഴ്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സാണ്. എന്റെ ഗൈഡൻസിൽ പോകുന്ന ബാച്ചാണ്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾക്ക് കിടിലൻ ഓണം ഓഫറും അവൈലബിൾ ആണ്. നോക്കിക്കോണേ, ഫസ്റ്റ് കമന്റിൽ ആപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യം, പ്രസിദ്ധമായ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കൊണാർക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവങ്ങളിൽ ഒന്നായ ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്ത്? നാഗാലാൻഡിൽ. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു. ശ്രീമതി ദ്രൗപദി മുർമു. ബംഗാൾ ഉൾക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കോറമണ്ടൽ തീരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിന്ധ്യ സത്പുര മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? നർമ്മദയാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം ഏത് വന്യജീവി സങ്കേതത്തിൽ? നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? NH44. ഓപ്ഷൻ സി, NH44. അടുത്ത ചോദ്യം, കേരളത്തിൽ വിവിധ മേഖലകളിൽ നിക്ഷേപം ആകർഷിക്കുക എന്ന ഉദ്ദേശത്തോടെ 2025 ഫെബ്രുവരിയിൽ കൊച്ചിയിൽ നടന്ന ഉച്ചകോടിയുടെ പേര്? ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? സിക്കിം. വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന അയൽരാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാൻ. കേരള തീരപ്രദേശത്ത് പ്രധാനമായും ചവറ കാണപ്പെടുന്ന അറ്റോമിക ധാതു ഏതാണ്? തോറിയം. അടുത്ത ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, 1947 ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയുള്ള ലയന കരാറിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ? ഹൈദരാബാദ്, ജൂനഗഡ്, കാശ്മീർ. വാദം ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമത്തെ ഇന്ത്യൻ ജനത എതിർത്തു. കാരണം എന്താ? പ്രാദേശിക പത്രങ്ങൾ ദേശീയത വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. ഓപ്ഷൻ എ, രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കുന്നു. ഇന്ത്യ വിഭജനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ദുരാഷ്ട്ര സിദ്ധാന്തമാണ് ഇന്ത്യ വിഭജനത്തിലേക്ക് നയിച്ചത്. ശരി. പാകിസ്ഥാൻ 2 പ്രദേശങ്ങളായാണ് രൂപം കൊണ്ടത്. ശരി. പാകിസ്ഥാൻ മുസ്ലിം രാഷ്ട്രമായപ്പോൾ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി. അത് തെറ്റാണ്. ഇന്ത്യക്ക് പ്രത്യേകിച്ചൊരു മതമില്ല. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പ്രസ്താവന, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രത്യേക നിയോജക മണ്ഡലം എന്ന ആശയം നടപ്പിലാക്കിയത്. ശരിയാണ്. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പ്രധാന വ്യവസ്ഥയായിരുന്നു മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ. ശരി. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ചോദ്യം, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടക്കം കുറിച്ചത് ഏത് സമരത്തോടു കൂടിയാണ്? ദണ്ഡി മാർച്ചോടുകൂടി.
ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മൂന്നാമത്തെ പ്രസ്താവന ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നത്. അതാണ് തെറ്റായിട്ടുള്ളത്. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കാര പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ചേരുംപടി ചേർക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി, കേണൽ ഓൾക്കോട്ട് 1, 3 ബന്ധപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്. രണ്ടാമത് സ്വാഭിമാന പ്രസ്ഥാനം ആരാണ്? ഇ വി രാമസ്വാമി നായ്ക്കർ. ഹിതകാരിണി സമാജം ആരാണ്? വീരേശലിംഗം പന്തലു. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 1917 ഗാന്ധിജി ആരെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയാണ് ഗുജറാത്തിലെ ഖേദ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? കർഷകരെയാണ്. 1918 ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ രൂക്ഷമായ വരൾച്ചയും വിളനാശവും പ്ലേഗ് ബാധയും മൂലം വലഞ്ഞ കർഷകർക്ക് ബ്രിട്ടീഷ് സർക്കാർ നികുതി ഇളവ് നൽകാത്തതിനെതിരെയാണ് മഹാത്മാഗാന്ധി സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അംഗങ്ങൾ ആരൊക്കെ? ഈ തന്നിരിക്കുന്ന 3 പേരും. ഫസൽ അലി, സർദാർ കെ എം പണിക്കർ, എച്ച് എൻ ഖുൻസ്രു. അടുത്ത ചോദ്യം, ആദ്യത്തെ മലയാള പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഇല്ലിക്കുന്നിൽ നിന്നാണ്. കേരളത്തിൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ അല്ലാത്തത്, അയ്യാവഴി എന്ന ആത്മീയ പ്രസ്ഥാനം സ്ഥാപിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 2ഉം 4ഉം ആണ്. അത് രണ്ടും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ചികിത്സയ്ക്കും വിശ്രമത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാർക്ക് അഭയം നൽകാൻ സൗകര്യമൊരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? അൻപ് വീട്. 2025 ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം സതത് വികാസ് പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? ഹരിപ്പാട്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് കുമാർ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ. ചോദ്യം, കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടി. തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ്? ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ്. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിൽ ആക്കുമ്പോൾ 1931 ഗുരുവായൂർ സത്യാഗ്രഹം, 1896 ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം 1947-48, വൈക്കം സത്യാഗ്രഹം 24-25. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ആദ്യം നടന്നത് ഈഴവ മെമ്മോറിയൽ, രണ്ടാമത് വൈക്കം സത്യാഗ്രഹം, മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് ഏതാ നടന്ന? പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ വഴി തുടങ്ങിയ അഭയ കേന്ദ്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? സ്നേഹിത. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? മൂന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. 3 മാത്രം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജലസേചന പദ്ധതികൾ അവ സ്ഥിതി ചെയ്യുന്ന ജില്ല ശരിയായി യോജിപ്പിക്കാനാണ്. കരാപ്പുഴ വയനാട് ജില്ല, പോത്തുണ്ടി പാലക്കാട് ജില്ലയാണ്. പോത്തുണ്ടി പാലക്കാട് ജില്ല. അപ്പൊ 2, 4 യോജിക്കുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ. കരാപ്പുഴ വയനാട്, പോത്തുണ്ടി പാലക്കാട്. ചിമ്മിനി ഏത് ജില്ലയിലാണ്? തൃശൂർ. പെരിയാർ ആണെങ്കിൽ ഇടുക്കി. പെരിയാർ ഇടുക്കിയാണെന്ന് കിട്ടിയാൽ തന്നെ ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ബി. പച്ചയാം വിരിപ്പിട്ട എന്ന് തുടങ്ങുന്ന വരികൾ എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ചോദ്യം, കാനഡ ഗവൺമെന്റിന്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ കേരളത്തിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഇടുക്കി. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരളത്തിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? തമിഴ്നാട്ടിലൂടെ മാത്രമേ പ്രവേശനമുള്ളൂ. ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം. ഏതൊക്കെയാണ് ശരി? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ നിഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലുവ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കേരളത്തിൽ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് പ്രശസ്തമായ മാമാങ്കം. നീളം കൂടിയ 2ാമത്തെ നദിയാണ്. ഭാരതപ്പുഴയാണ് ഉത്തരം. ചോദ്യം, 2024 അർജുന അവാർഡ് കരസ്ഥമാക്കിയ മലയാളി നീന്തൽ താരം ആരാണ്? സജൻ പ്രകാശ്. കേരളത്തിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ വൈക്കം ക്ഷേത്രം ഏത് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നു? വേമ്പനാട്ട് കായൽ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം എന്താണ്? കീഴരിയൂർ ബോംബ് കേസ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികൾ. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956.
ആരുടെ ആത്മകഥയാണ് കണ്ണീരും കിനാവും? വി ടി ഭട്ടതിരിപ്പാട്. മലബാർ ഗോഖലെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ആര്? മഞ്ചേരി രാമയ്യർ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ മാർത്താണ്ഡവർമ്മ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കെ കേളപ്പൻ. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. താഴെ പറയുന്നവയിൽ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1, 3, 4 പിടിയേരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? ചാവറ കുര്യാക്കോസ്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം ഈ വക ഡിസബിലിറ്റി ബാധിതരുടെ അമ്മമാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കാൻ ഇലക്ട്രിക് ഓട്ടോ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അടുത്ത ചോദ്യം, സുന്ദർലാൽ ബഹുഗുണയുമായി ബന്ധപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ചിപ്കോ പ്രസ്ഥാനം. ഭൗമസൂചിക പദവി ലഭിച്ച ഒരു കാർഷിക ഉൽപ്പന്നം പാലക്കാടൻ മട്ട അരി. തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സവിശേഷമായ ആവാസ വ്യവസ്ഥ ഏതാണ്? കണ്ടൽ വനങ്ങൾ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത. പരിശീലനം സിദ്ധിച്ച കുടുംബശ്രീ വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിച്ച് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവ പരിശോധിക്കുന്ന പദ്ധതിയുടെ പേരെന്താ? സാന്ത്വനം. ചെറുകുടലിൽ നിന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക ഘടകങ്ങളെ കരടിൽ എത്തിക്കുന്ന സിര ഏതാണ്? ഹെപ്പാറ്റിക് പോർട്ടൽ സിര. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും മാറ്റി സുരക്ഷിതമായ സ്ഥലങ്ങളിൽ സംരക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേര് ബൊട്ടാണിക്കൽ ഗാർഡൻ. ക്ഷയരോഗത്തിന് കാരണമായ രോഗകാരി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, ചുമ, തുമ്മൽ മുതലായ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ബലങ്ങൾ അഥവാ കൺസർവേറ്റീവ് ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഗുരുത്വാകർഷണ ബലവും അതുപോലെ സ്ഥിത വൈദ്യുത ബലവുമാണ്. 1ഉം 4ഉമാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഇലക്ട്രോണിന്റെ ഒന്നാമത്തെ ഊർജ്ജ നിലയിലെ ഊർജ്ജവും രണ്ടാമത്തെ ഊർജ്ജ നിലയിലെ ഊർജ്ജവും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 4. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രനിൽ ചെയ്യുന്ന പ്രവൃത്തി ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന എന്താണ്? ഘർഷണം വഴി ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നെഗറ്റീവ് ആണ്. നെഗറ്റീവ് പ്രവൃത്തി മാത്രമല്ല, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഘർഷണം പോസിറ്റീവ് പ്രവൃത്തിയും ചെയ്യാറുണ്ട്. സിങ്കിന്റെ അയിര് അല്ലാത്തത് ഏതാണ്? സിഡറൈറ്റ്. സിഡറൈറ്റ് അയണിന്റെ അയിരാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ റേഡിയോ ആക്റ്റീവ് ആയത് ഏത്? ട്രിഷ്യം. വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ്? കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. ഓപ്ഷൻ എ. പ്രമേഹ രോഗികൾക്ക് വേണ്ടിയുള്ള പലഹാരങ്ങളിൽ മധുരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവിന്റെ പേരെന്താണ്? സൂക്രോ. രാത്രിയിൽ പടക്കം പൊട്ടിക്കുമ്പോൾ ഉണ്ടായ വെളിച്ചം കണ്ട് 2 സെക്കൻഡിന് ശേഷം അതിന്റെ ശബ്ദം കേട്ടു എങ്കിൽ സ്ഫോടനം നടന്നത് എത്ര അകലത്തിലായിരിക്കും? 700 മീറ്റർ അകലത്തിലാണ്. ഫാരൻഹീറ്റ് താപനിലയും സെൽഷ്യസ് താപനിലയും ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? -40. 392നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗം ലഭിക്കും? 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടും. 392നെ അഭാജ്യ ഘടകങ്ങളാക്കുമ്പോൾ 2 × 2 × 2 × 7 × 7. അപ്പൊ ഇവിടെ ജോഡിയില്ലാതെ നിൽക്കുന്നത് 2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതിനെ പൂർണ്ണവർഗമാക്കാൻ പറ്റും. 45 - 5 / 2 × 4 - 2. ഇതിന്റെ വില എത്രയാണ്? 78. 1 - 1/1 + 1/2. ഇതിന്റെ ഉൽക്രമം എത്രയാണ് എന്ന് ചോദിച്ചാൽ 3 ആണ്. അടുത്ത ചോദ്യം, 20 സംഖ്യകളുടെ ശരാശരി 35. ആദ്യത്തെ 10 സംഖ്യകളിൽ ഓരോന്നിനോടും 5 കൂട്ടി അടുത്ത 10 സംഖ്യകളിൽ ഓരോന്നിനോടും 3 കുറച്ചാൽ പുതിയ ശരാശരി 36. 1 - 1/2 × 1 - 1/3. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 1/100 ആണ്. √(x - 1 × √(x + 1 = 3). എക്സിന്റെ വില ഇത് a + b × a - b, a² - b² വെച്ച് ചെയ്താൽ മതി. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 സംഖ്യകളുടെ ലസാഗു 240, ഉസാഖ 4. ആദ്യത്തെ സംഖ്യ 16 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏതാണ്? 60. അടുത്ത ചോദ്യം, ഒരു കടക്കാരൻ ഒരു സാധനം 20% നഷ്ടത്തിൽ വിറ്റു. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 5% ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ വാങ്ങിയ വില എത്ര? 240. √0.09 + √0.81 + √1.44. വാല്യൂ എത്രയാണ്? 2.4. 1.25² - 0.75². ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. എയുടെയും ബിയുടെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ അംശബന്ധം 3:5. 6 വർഷം കഴിയുമ്പോൾ അംശബന്ധം 5:7. എയുടെ ഇപ്പോഴത്തെ വയസ്സ് 9. ഒരു നിരയിൽ പി ഇടത്തു നിന്ന് 23ാമത്, ക്യൂ വലത്തു നിന്നും 18ാമത്. അവർ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയപ്പോൾ പി ഇടത്തു നിന്ന് 32. ആ നിരയിൽ ആകെ എത്ര പേരാണ് ഉള്ളത്? 49.
താഴെ നൽകിയിരിക്കുന്നവ ശരിയായ ക്രമത്തിൽ എഴുതുക. ഇവിടെ ആദ്യം രോഗം വരുന്നു, രോഗം വരുമ്പോൾ ഡോക്ടറെ കാണാൻ പോകുന്നു, ഡോക്ടർ പരിശോധിക്കുന്നു, ചികിത്സ, രോഗമുക്തി. ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, റൂട്ട് 784 ഇൻറ്റു 4 ക്യൂബ് ഡിവൈഡ് ബൈ 7 ഇൻറ്റു 2 ക്യൂബ്. വാല്യൂ എത്രയാ? 32. 4, 9, 8, 18, 12, 27, 16. ഈ ശ്രേണിയുടെ 21ാമത്തെ പദം എത്രയാണ്? 4, 9, 8, 18, 12, 27, 16. 44 ആണ്. അതായത് രണ്ട് ശ്രേണികളുണ്ട്. ആദ്യത്തെ ശ്രേണി എന്ന് പറയുമ്പം 4, 8, 12, 16 4 കൂട്ടി പോകുന്നതല്ലേ. രണ്ടാമത്തേന്ന് പറയുമ്പം 9 കൂട്ടി പോകുന്നത്. അപ്പൊ അടുത്ത ഏത് വരും? അടുത്ത ഇങ്ങനെ പദങ്ങൾ നോക്കുമ്പോ 44 21ാമത്തെ പദമായിട്ട് വരുന്നത്. അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതാണ്? പ്രൈം നമ്പർ അല്ലാത്തത് 21. 2 into 2x plus 3 by 3 plus 10 equal to 2 into x minus 2. എക്സിന്റെ വാല്യൂ എത്രയാണ്? 24. തുടർച്ചയായ 3 ഇരട്ട സംഖ്യകളുടെ തുക ആദ്യ സംഖ്യയേക്കാൾ 30 കൂടുതലാണെങ്കിൽ മൂന്നാമത്തെ സംഖ്യ ഏതാണ്? 16. 2ഉം 3ഉം പരസ്പരം മാറ്റുക, 4ഉം 6ഉം പരസ്പരം മാറ്റുക. അങ്ങനെയാണെങ്കിൽ 3 square plus 4 divided by 2 minus 3 into 6. വാല്യൂ എത്രയാ? 2 ആണ് വാല്യൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 132 is to 156 ആണെങ്കിൽ 90 is to 110 ആയിരിക്കും. 7 into 12 ആണ് 132. 12 into 13 ആണ് 156. അതുപോലെ തന്നെ 9 into 10 ആണ് 90. അടുത്ത 10 into 11 വരും 110. ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ പറയുക, അത് നമുക്ക് നോക്കാം. ആൻസർ കീ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. കമ്പനി എൽജസിന്റെ മെയിൻസ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫീസ് 1299 ആണ്. ഈ വർഷം അവസാനം വരെ 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. ഈ ഒരു ഇൻഫർമേഷൻ കൂടി എല്ലാവർക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്